അടുത്ത ടോപ്പിക് വിസ്കോസിറ്റി ആണ്. Viscosity is also called fluid friction. Fluid friction. Okay, viscosity എന്നുള്ളത് നമ്മൾ ഈറ്റ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് വിസ്കോസിറ്റി. ഇതിനെ വിസ്കോസിറ്റി എന്ന് വിളിക്കും. ഇറ്റ്സ് ഓൾസോ കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. നമ്മൾ ഇതിന്റെ ഇക്വേഷൻ FL/AV എന്നാണ്. വിസ്കോസിറ്റി കോഎഫിഷ്യന്റിന്റെ ഇക്വേഷൻ FL/AV എന്നാണ്. ഇതിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്താൽ ഫോഴ്സ് ബൈ ഏരിയ ബൈ V/L എന്നത്. നമുക്ക് ഫോഴ്സ് ബൈ ഏരിയ നമുക്ക് സ്ട്രെസ് ആയിട്ട് എടുക്കാം അല്ലെ? സ്ട്രെസ് പണ്ട് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു ഈ ഇലാസ്റ്റിക് മോഡുലസ് എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ സ്ട്രെസ് ബൈ ഈ താഴെയുള്ള ടേമിനെ വെലോസിറ്റി ബൈ ലെങ്ത് ആണ് ശരിക്കുന്നത്. ഇത് സ്ട്രെയിൻ അല്ല, പകരം സ്ട്രെയിൻ റേറ്റ് ആണ്. സ്ട്രെയിൻ ചേഞ്ച് ചെയ്യുന്നതിന്റെ റേറ്റ്, സ്ട്രെയിൻ റേറ്റ്. അപ്പൊ വിസ്കോസിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ റേറ്റ്. അങ്ങനെ നമുക്ക് വിചാരിക്കാം. വിസ്കോസിറ്റിന്റെ യൂണിറ്റ് ടോയ്സിലാണ് സയന്റിസ്റ്റിന്റെ ടേമില്. ഇതിന്റെ ഡയമെൻഷൻ, വിസ്കോസിറ്റിന്റെ ഡയമെൻഷൻ m(L⁻⁻1 T⁻⁻1). ഇതാണ് ഇക്വേഷൻ. എന്താണ് വിസ്കോസിറ്റി? രണ്ട് ലിക്വിഡ് ലെയേഴ്സ് തമ്മിൽ ഉള്ള ഫ്രിക്ഷൻ ആണ്. അപ്പൊ ഈ വിസ്കോസിറ്റി കാരണം, വിസ്കസ് ലിക്വിഡ് ആയ കാരണം നമുക്ക് ഫ്ലോ നമ്മൾ വിചാരിക്കുന്ന പോലെ സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യണമെന്നില്ല. ഇതുവരെ നമ്മൾ കൺസിഡർ ചെയ്തത്, ബെർണോളിസ് പ്രിൻസിപ്പിൾ വരെ നമ്മൾ കൺസിഡർ ചെയ്തത് നോൺ വിസ്കസ് ഫ്ലൂയിഡ്സിനെയാണ്. അപ്പോ ഇതില് നമുക്ക് വിസ്കോസിറ്റിന്റെ ടേംസില് വിസ്കോസിറ്റി ലിക്വിഡ്സിനും ഗ്യാസിനും എങ്ങനെ വേരി ചെയ്യാമെന്ന് അറിയാം. ലിക്വിഡ്സിന്റെ കേസില് ടെമ്പറേച്ചർ കൂട്ടിയാൽ ലിക്വിഡ്സിന്റെ കേസിൽ മോളിക്യൂൾസ് ഒക്കെ സെപ്പറേറ്റഡ് ആവുന്നതുകൊണ്ട് അവരുടെ വിസ്കോസിറ്റി കുറയും. സോ ടെമ്പറേച്ചർ കൂട്ടിയാൽ വിസ്കോസിറ്റി കുറയും. ഗ്യാസസിന്റെ കേസിൽ ഇതിന് നേരെ റിവേഴ്സ് പ്രിൻസിപ്പിൾ ആണുള്ളത്. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ വിസ്കോസിറ്റി ഗ്യാസസിന്റെ കേസിൽ കൂടും. ഓക്കെ, ഇനി വിസ്കസ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ലോ ആണ് സ്റ്റോക്സ് ലോ. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇക്വേഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതിന്റെ ഡെറിവേഷൻ ആവശ്യമില്ല. ഒരു സ്ഫെറിക്കൽ ബോഡി സോളിഡ് ആണ്. സ്ഫെറിക്കൽ സോളിഡ് ഓഫ് റേഡിയസ് a റേഡിയസ് ഉള്ള ഒരു സ്ഫെറിക്കൽ സോളിഡ് ഈസ് മൂവിംഗ് ഇൻ a viscous liquid എന്ന് വിചാരിക്കുക. of viscosity eta. വിസ്കോസിറ്റി ഈറ്റ ആയിട്ടുള്ള ഒരു ലിക്വിഡിലൂടെ സ്ഫെറിക്കൽ സോളിഡ്, റേഡിയസ് a ഉള്ള സ്ഫെറിക്കൽ സോളിഡ് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ the viscous drag force can be calculated as F equal to FV എന്നാണ് പറയാം. വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് അതിന് FV equal to 6π eta AV. 6π eta AV. നമുക്ക് ഇതില് റേഡിയസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് മാത്രമല്ല, വെലോസിറ്റിക്കും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ 6π eta A എന്നുള്ളത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് പറയാം വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് ഈസ് directly proportional to velocity. ഈ a എന്നുള്ളതിന്റെ റേഡിയസ് ആണ്. 6π eta AV ആയതുകൊണ്ട് വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് വെലോസിറ്റിക്കാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ അടുത്തത് ടെർമിനൽ വെലോസിറ്റി എന്ന ടോപ്പിക് ആണ്. എന്താണ് ടെർമിനൽ വെലോസിറ്റി എന്ന് വെച്ചാല്, ഒരു ഫ്ലൂയിഡില് ഒരു സോളിഡ് മൂവ് ചെയ്യാണെന്ന് വിചാരിക്കാം, ആക്സലറേറ്റ് ചെയ്തോളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ റെയിൻ ഡ്രോപ്പ് താഴേക്ക് വീഴാണ്. റെയിൻ ഡ്രോപ്പ് താഴേക്ക് വീഴുമ്പോൾ ശരിക്കും G എന്ന ആക്സലറേഷൻ ആണ് അയാൾക്ക് വേണ്ടത്. ഇപ്പൊ മേലെ നല്ല ഹൈറ്റിലാണ് റെയിൻ ഡ്രോപ്പ് വീഴുന്നത്, താഴെ എത്തുമ്പോഴത്തേക്ക് നല്ല ഹൈ വെലോസിറ്റി വേണം. ആ ഹൈ വെലോസിറ്റി നല്ല ഡാമേജ് ഉണ്ടാക്കാൻ തക്കവണ്ണം മൊമെന്റം അക്വയർ ചെയ്തിട്ടാണ് ഡ്രോപ്പ് വരിക. പക്ഷേ ഈ ടെർമിനൽ വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഈ വിസ്കോസിറ്റി കാരണം വരാണ്. അപ്പൊ എയറിനും വിസ്കോസിറ്റി ഉണ്ട്, ഫ്ലൂയിഡ് ആണ് എയറും. അപ്പൊ ഈ വിസ്കോസിറ്റി കാരണം മേലേക്ക് ഒരു ഡ്രാഗ് കിട്ടുന്നുണ്ട്.
മേലേക്ക് ഒരു വിസ്കസ് ഡ്രാഗ് കിട്ടുന്നുണ്ട്. അയാളുടെ വെലോസിറ്റി കൂടുന്നതനുസരിച്ച് ആ വിസ്കോസിറ്റി കൂടുന്നത് കാരണം ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ആ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. കാരണം ഇക്വിലിബ്രിയത്തിലാവും ആ ഫോഴ്സസ്. ആ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പിന്നെ താഴേക്ക് വരിക. ആ കോൺസ്റ്റന്റ് ലാസ്റ്റ് അറ്റൈൻ ചെയ്യുന്ന കോൺസ്റ്റന്റ് വെലോസിറ്റിക്കാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു ഫ്ലൂയിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫ്ലൂയിഡിൽ ഒരു സോളിഡ് മൂവ് ചെയ്തപ്പോൾ അതിന് ഇനീഷ്യലി വെലോസിറ്റി കുറവാണ്, പിന്നെ എന്തോ ഒരു ഫോഴ്സ് കിട്ടിയിട്ട് വെലോസിറ്റി കൂടി വന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് ആ വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് വാല്യൂ അറ്റൈൻ ചെയ്യും. ആ കോൺസ്റ്റന്റ് വാല്യൂ അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പൊ വെലോസിറ്റി വിത്ത് ടൈം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനെയാണ് നമ്മുടെ ടെർമിനൽ വെലോസിറ്റി ആയിട്ട് കാണാം. ടെർമിനൽ വെലോസിറ്റി നമുക്ക് പല ഷേപ്പിലുള്ള ഗ്രാഫ് തരാം എക്സാമിന്. ആ ഗ്രാഫിൽ എവിടെയാണോ ഹൊറിസോണ്ടൽ പോർഷൻ, ഫൈനലി വരുന്ന ഹൊറിസോണ്ടൽ പോർഷൻ, ഫൈനലി ആണ് ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യുക. ഫൈനലി വരുന്ന ഹൊറിസോണ്ടൽ പോർഷനെയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇതിന്റെ ഡെറിവേഷൻ ബെർണോളിസ് പ്രിൻസിപ്പിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ബോർഡ് എക്സാമിന് ചോദിച്ചത് ടെർമിനൽ വെലോസിറ്റിയുടെ ഡെറിവേഷൻ. ഈ ഡെറിവേഷനിൽ നമ്മളൊരു സ്ഫെറിക്കൽ ബോഡി കൺസിഡർ ചെയ്യണം. ഇതിന്റെ റേഡിയസ് a ആണ്. അപ്പോൾ ഇതിന് എന്തൊക്കെ ഫോഴ്സ് ആണ് താഴത്തേക്കും മേലേക്കായിട്ട് എത്ര ഫോഴ്സ്, എന്തൊക്കെ ടൈപ്പ് ഫോഴ്സ് ആണ് കിട്ടാൻ നോക്കുന്നത്. അപ്പൊ ഇതില് താഴത്തേക്ക് mg എന്ന ഫോഴ്സ് ആണ് വെയിറ്റ് ആയിട്ടുള്ളത്, വെയിറ്റ്. ഇനി മേലേക്ക് വിസ്കസ് ഫോഴ്സ് കിട്ടും, കാരണം താഴേക്കാണ് ബോഡി മൂവ് ചെയ്യുന്നതുകൊണ്ട് വിസ്കസ് ഫോഴ്സ് മേലേക്ക് ഉണ്ടാവും. സിമിലർലി മേലേക്ക് ഒരു ഫോഴ്സ് കൂടെ ഉണ്ടാവും. ഞാൻ സൈഡിൽ കാണിക്കുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കുന്നത് വെച്ചിട്ടാണ്. മേലേക്ക് ഒരു ഫോഴ്സ് കൂടെ ഉണ്ടാവും, ബോയന്റ് ഫോഴ്സ്. ബോയന്റ് ഫോഴ്സ് എന്ന അത്രസ്റ്റ്, ബോയൻസി കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്. അപ്പോ ടോട്ടൽ നമുക്ക് ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ, ഇക്വിലിബ്രിയത്തിലാണ് ബോഡി എന്നുണ്ടെങ്കിൽ, ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ മാത്രമേ ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യുള്ളൂ. ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് mg should be equal to viscous force plus buoyant force. Total downward force equal to total upward force. Okay, mg equal to ഓരോന്നിന്റെ ഫോർമുല അപ്ലൈ ചെയ്ത് കൊടുക്കാം. What is viscous force? 6 pi eta av. ഇയാളുടെ റേഡിയസ് ആണെങ്കിൽ 6 pi eta av plus what is buoyant force? Buoyant force എന്ന് പറഞ്ഞാല് ഈ buoyancy എന്നുള്ളത് വോളിയം ഇൻറ്റു ഏത് ഫ്ലൂയിഡിലാണോ നമ്മൾ ആ സോളിഡ് മൂവ് ചെയ്യുന്നത് ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ഇൻറ്റു ജി. അപ്പൊ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ഞാൻ റോ എന്ന് എടുക്കണം. അപ്പൊ വി റോ ജി ആണ് ബോയിന്റ് ഫോഴ്സ്. സോളിഡിന്റെ ഡെൻസിറ്റി ഞാൻ സിഗ്മ എന്ന് എടുക്കണം. അപ്പൊ സിഗ്മ എന്നുള്ളത് സോളിഡിന്റെ ഡെൻസിറ്റി, റോ എന്നുള്ളത് അത് മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി. അപ്പൊ എം ജി എന്നുള്ളത് നമുക്ക് ഇതേപോലെ വോളിയത്തിന്റെ ടേംസ് എഴുതുകയാണെങ്കിൽ വോളിയം ഇൻറ്റു സിഗ്മ ഇൻറ്റു ജി ആണ്. സോ എം ജി ഈക്വൽ ടു 6 pi eta av plus v rho g. ഇതിൽ ഈ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലാക്കുക, ക്യാപിറ്റൽ v എന്നുള്ളത് വോളിയം ആണ്, ഇത് വെലോസിറ്റി ആണ്. അപ്പൊ ഈ 6 pi eta av എന്നുള്ളത് മാത്രം ഒരു സൈഡിൽ നിർത്തിയിട്ട് മറ്റേ ടേംസ് എല്ലാം വേറെ സൈഡിലേക്ക് കൊടുക്കും. അപ്പൊ v rho g v sigma g. അപ്പൊ v sigma g minus v rho g. ഒന്ന് v g കോമ്പണന്റ് എടുത്താൽ സിഗ്മ മൈനസ് റോ. മനസ്സിലായോ? 6 pi eta av എന്നുള്ളത് അവിടെ നിർത്തി കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ v g into sigma minus rho. ഇനി ഈ v എന്നുള്ളത് ഒരു സ്ഫിയർ ആയതുകൊണ്ട്, സ്ഫെറിക്കൽ ബോഡി ആയതുകൊണ്ട് നമുക്ക് ഈ v എന്നുള്ളതിനെ 4/3 pi a ക്യൂബ് എന്ന് എഴുതാം. a ആണ് റേഡിയസ്, g into sigma minus rho. pi ക്യാൻസൽ ചെയ്യാം രണ്ട് സൈഡിൽ നിന്നും. 6 എന്നുള്ളതിൽ 2 വെച്ച് ക്യാൻസൽ ചെയ്യാൻ ഇവിടെ 2/3. ഈ ടേമിനെ അങ്ങോട്ട് കൊണ്ടുപോകാം, b ഒഴിച്ച് ബാക്കി എല്ലാ ടേംസിനും അങ്ങോട്ട് കൊണ്ടുപോകാം. ഇതിൽ ഒരു a കൂടെ ക്യാൻസൽ ചെയ്യാനുണ്ട്, അതും കൂടെ ക്യാൻസൽ ചെയ്യും. a ക്യൂബ് ക്യാൻസൽ ചെയ്താൽ ബാക്കി a സ്ക്വയർ ആണ്. അപ്പൊ v ഈക്വൽ ടു ഈ 3 ഈറ്റയും കൂടെ അവിടെ പോയാൽ 2/3 into 3 9 ഈറ്റ 2/9 ഈറ്റ a സ്ക്വയർ g അവിടെ ഓൾറെഡി ഉണ്ട് into സിഗ്മ മൈനസ് റോ 2/9 ഈറ്റ into a സ്ക്വയർ g into സിഗ്മ മൈനസ് റോ. ഇതാണ് ടെർമിനൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ. നമുക്ക് ഈ ഇക്വേഷന്റെ ഡെറിവേഷൻ ചോദിക്കാത്ത വർഷങ്ങളിൽ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് ഈ ഇതിലുള്ള എല്ലാ ടേംസും തന്നിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ NCERT ഈ ടോപ്പിക് കഴിഞ്ഞ ഉടനെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കുക. അത് ചെയ്യുന്നത് ഡയറക്റ്റ് ഈ ഒരു വാല്യൂസ് അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ പ്രോബ്ലം ചോദിച്ചാലും കംഫർട്ടബിൾ ആവാൻ വേണ്ടി ഒരു പ്രോബ്ലം എക്സാമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഈ v ഈക്വൽ ടു 2/9 ഈറ്റ a സ്ക്വയർ g സിഗ്മ മൈനസ് റോ എന്ന ഇക്വേഷനും പഠിക്കണം. ഈ ഡെറിവേഷൻ ഇതൊരു സിമ്പിൾ ഡെറിവേഷൻ ആണെങ്കിൽ പോലും 4 മാർക്കിന് വരെ ചോദിച്ചിട്ടുണ്ട് ചില വർഷങ്ങളിൽ. ഓക്കെ, ഇനി അടുത്തത് നമ്മള് വിസ്കോസിറ്റി എന്ന ടോപ്പിക് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ടേം പഠിക്കുകയാണ്, റിനോൾഡ്സ് നമ്പർ.
ഇതിനെ RE എന്ന് നമുക്ക് സൂചിപ്പിക്കാം. ഇതിന്ന് ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം റിനോൾഡ്സ് നമ്പർ എന്നുള്ള ടോപ്പിക്. റിനോൾഡ്സ് നമ്പർ എന്നുള്ള നമ്പർ ഡിഫൈൻ ചെയ്യുന്നത് റോ വി ഡി ബൈ ഈറ്റ എന്നാണ്. റോ വി ഡി ബൈ ഈറ്റ. റോ എന്നുള്ളത് ഡെൻസിറ്റി ആണ്, വി എന്നുള്ളത് വെലോസിറ്റി ആണ്, ഡി എന്നുള്ളത് പൈപ്പിന്റെ, നമ്മൾ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന പൈപ്പിന്റെ ഡയമെൻഷൻ ആണ്, ഡയമീറ്റർ ആയിട്ട് എടുക്കാം. ഈറ്റ എന്നുള്ളത് വിസ്കോസിറ്റി ആണ്. മനസ്സിലാക്കേണ്ടത് ഈ റിനോൾഡ്സ് നമ്പർ എന്നുള്ളത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഡയറക്ട്ലി ഡയമെൻഷൻ എന്താണെന്ന് ചോദിച്ചാലും ഇതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. ഇതൊരു നമ്പർ ആണ് കിട്ടുക നമുക്ക്. ഏതൊരു പൈപ്പിൽ ലിക്വിഡ് ഫ്ലോ ചെയ്യുകയാണെങ്കിലും അതിന്റെ എല്ലാ പാരാമീറ്റേഴ്സ് വെച്ച് ഈ നമ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നമ്പർ ലെസ് ദാൻ 1000 ആണ് കിട്ടുന്നത് വിചാരിക്കുക. ലെസ് ദാൻ 1000 ആണെങ്കിൽ നമുക്ക് ഈ ഫ്ലോ സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ ആണ് എന്ന് പറയാം. ഈ റിനോൾഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിൽ ഫ്ലോ ടർബുലന്റ് ആണെന്ന് പറയാം. ടർബുലന്റ് ഫ്ലോ എന്താ, സ്ട്രീം ലൈൻ ഫ്ലോ എന്താന്നുള്ളത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കണ്ടതാണ്. അപ്പൊ RE ലെസ് ദാൻ 1000, RE ഗ്രേറ്റർ. അപ്പൊ ഈ നമ്പർ വെച്ചിട്ട് നമുക്ക് ഫ്ലൂയിഡിന്റെ ഫ്ലോ ഏത് ടൈപ്പ് ആണ് ഗസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഇടയിലാണെങ്കിലോ 1000 ലെസ് ദാൻ RE ലെസ് ദാൻ 2000 ഈ ഒരു റേഞ്ചിലാണെങ്കിൽ 1000 2000 ഇടയിലാണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് അൺസ്റ്റഡി ഫ്ലോ. അൺസ്റ്റഡി, അതായത് ട്രാൻസിഷൻ ആണ്. സ്ട്രീം ലൈൻ ടർബുലന്റിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് 1000 to 2000. അപ്പൊ ഈ നമ്പർ വലുതാവും തോറും ടർബുലൻസ് കൂടും. അപ്പൊ വിസ്കോസിറ്റി കൂടിയ ലിക്വിഡിന് വെലോസിറ്റി കൺട്രോൾഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ RE എന്നുള്ള ഈ റിനോൾഡ്സ് നമ്പർ കുറവായിരിക്കും. വിസ്കോസിറ്റി കുറഞ്ഞ ഫ്ലൂയിഡ്സിന് ടർബുലൻസ് പെട്ടെന്ന് സംഭവിക്കും. സിമിലർലി വെലോസിറ്റി കൂടിയ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടർബുലന്റ് ആവും. അതാണ് ഈ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതില് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മേലത്തെ ഭാഗം ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, താഴത്തെ ഭാഗം വിസ്കോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റിനോൾഡ്സ് നമ്പറിന് നമുക്ക് മേലത്തെ ഭാഗത്തിന് ഇനേർഷ്യൽ ഫോഴ്സ് ആയിട്ട്, താഴത്തെ ഭാഗത്തിന് ഈ വിസ്കസ് ഫോഴ്സ് ആയിട്ട് എടുക്കാം. അപ്പൊ വിസ്കസ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ റിനോൾഡ്സ് നമ്പർ കുറവായിരിക്കും വിചാരിക്കാം. അപ്പൊ റിനോൾഡ്സ് നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രീം ലൈൻ ഫ്ലോ ആണോ ടർബുലന്റ് ഫ്ലോ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും.